ഇന്ന് നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു മട്ടൻ കറി തയ്യാറാക്കാം. ഇത് ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഇതൊരു പ്രത്യേകതയില്ല, നമ്മൾ സാധാരണ തയ്യാറാക്കില്ലേ, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണിത്. അപ്പോൾ ജൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ട്, അത്യാവശ്യം ചാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചാറ് കുറച്ചുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. അതിനു വേണ്ടി 1 കിലോ എല്ലോടുകൂടിയ മട്ടൺ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. എല്ലോടുകൂടി ഇത് വേണം കേട്ടോ. ഇതിന് കുറച്ച് നെയ്യും വേണം കേട്ടോ, അല്ലെങ്കിൽ എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അത്യാവശ്യം പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇത് പെപ്പർ പൗഡറാണ്, ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. ഇനി മുളക് പൊടി, അത് 1 സ്പൂണ്, ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം, അത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, അതൊരു 1/2 സ്പൂൺ മതി കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി, അത് വീട്ടിൽ പൊടിച്ചതാണ്, 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ചേർക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് അറിയാലോ, ഉപ്പ് ഒരു സ്പൂണോളം വേണം. വീണ്ടും നമുക്ക് പിന്നീട് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട്, അറിയാലോ നമുക്ക് മട്ടൻ്റെ വേവ്, ചില മട്ടന് കുറേ സമയം വേണം. ഇത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് അല്ലെങ്കിൽ വേവ് കുറഞ്ഞാണെങ്കിൽ ഒരു 3 വിസിലോ 4 വിസിലോ ഒക്കെ കേൾക്കുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ 1-2 മട്ടൻ കറിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഏകദേശം വേവ് 2-3 വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്നിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാനിലേക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂട് കട്ടിയുള്ള പാനായിരിക്കണം കേട്ടോ. അതിനകത്തേക്ക് എണ്ണ അധികം വേണ്ട, കാരണം നെയ്യുള്ള ഇറച്ചിയാണ്. ഒരു 1.5 സ്പൂണ് സവള വാടാനുള്ള എണ്ണ മതി കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ 200 ഗ്രാം ചുവന്നുള്ളിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളിയാണ് കൂടുതൽ നല്ലത്. സവോള 1-2 ചെറുതാണെങ്കിൽ 2 എടുക്കുക, വലുതാണെങ്കിൽ 1 സവോള മതി. അപ്പോൾ കൂടുതൽ ചുവന്നുള്ളിയാണ് ചേർക്കുന്നതാണ് എപ്പോഴും കറിക്ക് ടേസ്റ്റ്. ഇത് നമുക്ക് ഇനിയും 1-2 സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ചതച്ചതാണ് നല്ലത്, അത് 1-2 സ്പൂൺ. പിന്നെ ഇത് ഗ്രീൻ ചില്ലിയാണ്, അത് ഞാനൊരു 3, ഇത് എരിവ് തീരെ ഇല്ലാത്ത മുളകായതുകൊണ്ട് 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇത്തിരി ഇട്ട് കൊടുക്കാം. ഉപ്പ് അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് ഉപ്പ് ചേർത്താൽ മതി. ഇതൊരു എന്താ പറയുക, ഒരു വിധം ഒന്ന് ചുമന്ന് വരുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണേ. ഒരു 10 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മല്ലിപ്പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവുള്ളതാണെങ്കിൽ 1/2 സ്പൂൺ മതി. പിന്നെ അവനവൻ്റെ എരിവനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. തീ കുറച്ച് വയ്ക്കണേ. ഇത് ഗരം മസാലപ്പൊടി, അതും 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ, പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നല്ല പഴുത്ത തക്കാളി 1 ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇത് മല്ലിയിലയാണ്, ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത്. 1 കപ്പ് വെള്ളം, നമുക്ക് ചാറിൻ്റെ അനുസരിച്ച് ഞാൻ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ നല്ലപോലെ വെന്ത് പാകത്തിനായിട്ട് ഞാൻ പ്രഷറൊക്കെ പോയി തുറന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നല്ലപോലെ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നെയ്യൊക്കെ കുറച്ച് പൊങ്ങി നിൽപ്പുണ്ട് മുകളിൽ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ കറി, ഈ വെന്ത മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഒരു 5 മിനിറ്റ് ഒരുവിധം നല്ലൊരു ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കണ്ടേ, അതിന് വേണ്ടി ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. ഇനി മട്ടൺ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അധികം നേരം വേവിക്കണ്ട. ഇപ്പം നമ്മുടെ മട്ടൺ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നീ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ തരത്തിലാണ് മട്ടൺ കറി തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലാസ്റ്റ് നമ്മൾ ഇത്തിരി കുരുമുളക് പൊടി 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറിയെല്ലാം വെന്ത് കേട്ടോ. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.